അപ്പൊ ഇങ്ങനൊരു ഉറപ്പ് കിട്ടാനാ പ്രിയങ്ക ഈ നാടകം കളിച്ചത്. ഇവളെ സമ്മതിക്കണം. തോൽവി സമയത്ത് കേറി കളി ജയിപ്പിക്കാൻ ഇവള് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറൊരാള്. ഇനി കൊണ്ടുപോവളെ. കല്യാണം തുടങ്ങിയ ഉടനെ അവിടെ മുഴുവൻ പുക പടർന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് അറിയാനും കാണാനും കഴിഞ്ഞില്ല എനിക്ക്. മാഡം കാറിൽ കയറി പോയ ശേഷം നോക്കിയപ്പോഴാ കല്യാണിയുടെ കഴുത്തിൽ താലിയില്ല എന്നറിഞ്ഞത്. പിന്നീടാ ഞാൻ താലിയുമായി പോകുന്ന നീരജിനെ കണ്ടതും അവൻ എന്നോട് ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ പെരുമാറിയതും. അതെ, നിങ്ങൾ തൃച്ചംബരത്തെ ദാസനായിരിക്കും, പക്ഷേ എനിക്ക് ആ ദാസ്യപ്പണി ഇല്ല. തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു പെണ്ണിനെ എനിക്കിനി വേണ്ടാന്നർത്ഥം. എനിക്കും എന്റെ വീട്ടുകാർക്കും ഒരു തെറ്റുപറ്റി. സമൂഹ വിവാഹം നടത്താൻ തീരുമാനിച്ചപ്പോഴെങ്കിലും പെണ്ണിന്റെ സ്വഭാവത്തെക്കുറിച്ചൊന്ന് അന്വേഷിക്കണമായിരുന്നു. അത് ചെയ്തില്ല. ദേവി ഇത് അപവാദം പറയരുത്. അങ്ങനെയുള്ള കുട്ടിയല്ല എൻ്റെ മോള്. നീ പിണങ്ങിപ്പോകരുത്. വാ മോളെ. ശരി, എല്ലാം സമ്മതിക്കുന്നു. ഒരു സംശയം, നിനക്കും കല്യാണിക്കും കല്യാണം കഴിഞ്ഞെന്ന് നീ എപ്പോഴാ ആന്റിയോട് പറയാൻ പോകുന്നേ? അതിനെ പറ്റിയൊരു സമയവും കാലവും വരും. അപ്പൊ ഞാനത് പറയും. ഇപ്പൊ രണ്ടുപേരും ഒന്ന് പോയേ, എനിക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണം. ഓ ഓക്കേ. അപ്പൊ ഇനി ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. വാ. ആ കൊള്ളാം. പ്രിയങ്കയുടെ കാര്യം ഓർത്താണോ നിന്റെ ടെൻഷൻ? നീ എന്താ ഗംഗ ഒന്നും അറിഞ്ഞൂടാത്ത പോലെ? പ്രിയങ്കയുടെ സ്വാധീനം എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിഞ്ഞൂടെ? എല്ലാം അറിഞ്ഞു വെച്ചിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ബോധപൂർവമാണോന്നാ ഇപ്പൊ എന്റെ ഒരു സംശയം. ആന്റി, എനിക്കെന്തോ ഒരു ഭയം. എന്തിന് എന്തിന് ഗംഗേ? പോലീസ് കൊണ്ടുപോയ ബോംബ് ഇപ്പൊ കേടായ ടൈം പീസ് ആക്കി കാണും നിന്റെ ചേച്ചി. ഏതായാലും ഒരു കാര്യത്തിൽ എനിക്ക് പ്രിയങ്കയോട് അസൂയയാ. ഈ പ്രിയങ്ക ബോംബ് വെച്ചത് നീ അറിഞ്ഞിട്ടേ ഇല്ല ആന്റി. ഏയ് ഒന്നുമില്ല, ഞാൻ എന്റെ ഒരു സംശയം തീർക്കാൻ ചോദിച്ചെന്നേ ഉള്ളൂ.
പോലെ പെയ്താലോ കനവാകെ നിറയുന്നു ഹൃദയത്തിൽ പൊഴിയുന്നു ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ലല്ലോ. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. ഇപ്പൊ സംസാരിക്കുന്നത് ഒരു ഭർത്താവിന്റെ അവകാശം. ഓ, എടി കെട്ടിയോളെ, ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ. ഞാനിപ്പോ ഔട്ട് ഹൗസിലേക്ക് വരും. നിന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് പാല് വാങ്ങി കുടിക്കാം. അത് ശരി, ഫോൺ കട്ട് ചെയ്തോ? അച്ഛൻ എന്തെങ്കിലും കഴിക്കാം. വേണ്ട, ജീവിച്ചു പടുത്തു മോളെ. പിന്നെ എങ്ങനെയാ വിശപ്പുണ്ടാകുന്നേ? ഇങ്ങനെയൊന്നും പറയല്ലേ അച്ഛാ. അമ്മയില്ലാത്ത എനിക്കും അനിയൻകുട്ടനും അച്ഛനായില്ല. അച്ഛനില്ലെങ്കിൽ എനിക്കും അനിയൻകുട്ടനും പിന്നെ ആരാ ഉള്ളേ? ഞാൻ അച്ഛനും ഗുളിക എടുക്കാം. നീ സമാധാനമായിട്ടിരിക്കെ. അതല്ല കൃഷ്ണേട്ടാ, അവസാന നിമിഷം താലികെട്ട് മുടങ്ങി മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി പോരേണ്ടി വരുന്ന ആനന്ദിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും ഓർക്കുമ്പോ. അഖില, തൽക്കാലം നീ അവനെ കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടണ്ട. അവൻ സങ്കടം പുറത്തു കാണിക്കാതെ ചിരിച്ചു നിൽക്കുന്നത് നമ്മൾ സങ്കടപ്പെടുമെന്ന് കരുതിയിട്ട. പാവോ കൃഷ്ണേട്ട നമ്മുടെ മോൻ. അവനെ പോലെ ഒരു മോനെ കിട്ടാൻ തപസ്സിരിക്കണം. നമ്മുടെ ഭാരമൊക്കെ മാറും. ശരി, നിന്റെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. അങ്ങനെയാണെങ്കിൽ നാളെ അതിരാവിലെ തന്നെ പോവാം. ശരി, രാവിലെ തന്നെ പോയേക്കാം. അതിരാവിലെ ആനന്ദിനെ പോയി വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യണ്ട. ഞാൻ ഇപ്പൊ തന്നെ അവനോട് പോയി കാര്യം പറഞ്ഞിട്ട് വരാം. ശരി, പോയിട്ടോ. അവനെ കഴിഞ്ഞൊന്ന് ഓർമ്മിപ്പിച്ച് അവനെ വിഷമിപ്പിക്കാതെ നോക്കണം. ശരി. നിന്റെ കഴുത്തിൽ താലി ചാർത്തിയ നിന്റെ കെട്ടിയോ. ഇനി ആധികാരങ്ങളൊക്കെ എനിക്ക് കാണിക്കാം. കല്യാണി, സാധാരണ കല്യാണം കഴിയുമ്പോൾ പെണ്ണിനും ചെറുക്കനും പാലും പഴവും കൊടുക്കുന്നൊരു ചടങ്ങുണ്ട്. അതുപോലും ഇല്ലാത്തൊരു കല്യാണമായി പോയില്ലേ തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണൻ്റെത്. അതിലിത്തിരി വിഷമമുണ്ട്. അത് വല്യുഞ്ഞ് കല്യാണം ഇങ്ങനെയൊക്കെ ആയി പോയതുകൊണ്ടല്ലേ. ഇനി ഇതായിട്ടൊരു കുറവ് വേണ്ട. ഇത് പാല്, ഇത് പഴം. അനിയൻകുട്ടൻ നീ ഉറങ്ങിയില്ലായിരുന്നോ? ഇവിടെ പാത്രം ഉറങ്ങി കളിക്കുമ്പോഴോ?
ഞാൻ പോന്നു. കല്യാണി, ഏതായാലും ഇതുപോലൊരു കുഞ്ഞളിയനെ കിട്ടിയത് എന്റെ ഭാഗ്യ. അപ്പോ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കൺഗ്രാറ്റ്സ്. എന്തിനാണ് കൺഗ്രാറ്റ്സ് എന്നല്ലേ നീ ഇപ്പൊ ചിന്തിക്കുന്നത്? അന്ന് അമ്മ എടുത്തു തരുന്ന താലി തന്നെ കല്യാണിയുടെ കഴുത്തിൽ കെട്ടുവന്ന് നീ മണ്ഡപത്തിൽ വെച്ച് പറഞ്ഞത് മറന്നുപോയോ? അമ്മ എടുത്തു തരുന്ന താലി മുഹൂർത്തം തെറ്റിക്കാതെ ഞാൻ കല്യാണിയുടെ കഴുത്തിൽ കെട്ടാൻ പോകും. അമ്മ ആഗ്രഹിച്ച കല്യാണം മുടങ്ങിയെങ്കിലും നീ ആഗ്രഹിച്ച കല്യാണം നടന്നു. എന്താ, ശരിയല്ലേ? എന്ത് സത്യം? നീ കല്യാണിയുടെ കഴുത്തിൽ താലി കെട്ടിയ കാര്യം ഞാൻ പറയുന്നതുവരെ അഖില അറിയാൻ പാടില്ല. ഈ കല്യാണക്കാര്യം അമ്മയോട് നീ പറയില്ലെന്ന് നീ എനിക്ക് സത്യം ചെയ്തു തരണം. എന്തു പറ്റിയാണ്? നീ എന്താ ആലോചിക്കുന്നത്? ഇതല്ലാതെ ഞാൻ നോക്കിയിട്ട് മറ്റൊരു വഴിയില്ല. ശരി, ഞാനും കല്യാണിയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു എന്നത് അമ്മയോട് അച്ഛൻ പറയുന്നത് വരെ ഞാനായിട്ട് പറയില്ല. പ്രോമിസ്. താങ്ക്സ്. വാ. കഴുത്തിൽ താലി കെട്ടിയ പുരുഷന്റെ വാക്ക് അത് പാലിക്കാതിരിക്കാൻ പറ്റുമോ അമ്മ? അതിന് അമ്മ തന്നെ എന്നെ സഹായിക്കണം.
നിലവിളക്കെടുപ്പിച്ച് വലതുകാല് വെച്ച് വീടിനുള്ളിലേക്ക് കയറ്റാനൊന്നും ആരും ഉണ്ടാവില്ലെന്നറിയാലോ. അതിലും ഐശ്വര്യമുള്ള എന്റെ ചങ്ങാതിയുടെ സാന്നിധ്യം മതി എനിക്ക്. മാഡവും സാറും ഇവിടെ ഇല്ല, മൂകാംബികയിലേക്ക് പോയിരിക്കുക. 2 ദിവസം കഴിഞ്ഞേ മടങ്ങും. മാഡവും സാറും മൂകാംബികയിലേക്ക് പോയെന്നോ? ആനന്ദ് സാറിന്റെ കല്യാണം മുടങ്ങിയത് കൊണ്ടാവും. മാഡത്തിന് നല്ല വിഷമമുണ്ടെന്നാ തോന്നുന്നേ. അല്ല, ഗംഗയെ കണ്ടില്ലല്ലോ. ഓ, ഇനി കല്യാണം മുടങ്ങിയ ടെൻഷൻ കാരണം പുറത്തേക്ക് ഇറങ്ങാത്തതായിരിക്കും. അയ്യടാ, ഗംഗയുടെ കാര്യത്തിൽ എന്ത് ഉത്കണ്ഠ. കല്യാണം നടന്നില്ലെങ്കിലും ഗംഗ തന്നെയാ മൂത്ത മരുമകളെന്ന് പൊതുജന മധ്യത്തിൽ വെച്ച് അഖിലേച്ച് വിളിച്ചു പറഞ്ഞത് നന്ദനിയും കേട്ടതല്ലേ? പിന്നെന്തിനാ അവൾ അകത്ത് കയറിയിരിക്കുന്നത്? താലി കെട്ടിയില്ലെന്നല്ലേ ഉള്ളൂ, അതിലൊന്നും ഒരു കാര്യവും ഇല്ലെന്ന് ഞാൻ പറയാതെ തന്നെ നന്ദനയ്ക്ക് അറിയാലോ. ആന്റി, ആ വരവും ജാടയും ഒക്കെ കണ്ടിട്ടേ മൂത്ത മരുമകളുടെ അധികാരം ഉറപ്പിച്ച മട്ട. എന്താടി നോക്കി പഠിപ്പിക്കുന്ന നീ?
ഉറപ്പ്. ഒരു മിനിറ്റ്. ജീവിതത്തിൽ ആകെയുള്ളൊരു ഉറപ്പ് എന്തെങ്കിലും മരിക്കുമെന്നുള്ളത് മാത്രമാണ്. ആ സമയം മറ്റൊരാളെ കൊണ്ട് തീരുമാനിപ്പിക്കരുത്. മനസ്സിലാക്കുന്നത് നിനക്ക് നല്ലത്. ഇറങ്ങി വരുന്നെന്നാ വിചാരിച്ചത്. അറിയാതെ സിറ്റിന്ന് എഴുന്നേറ്റും പോയല്ലോ. നിനക്ക് ഇത് തന്നെ വേണം. ചാർജർ ഇതെവിടെ പോയി? ഞാനിതിവിടെ കുത്തിയിട്ടിരുന്നാണല്ലോ. ഏതായാലും അവളിവിടെ ആഹാരം ഉണ്ടാക്കാൻ ഇപ്പൊ കിച്ചണിൽ കയറാതിരിക്കില്ല. ഈ ചെക്കൻ ഇത് എവിടെ പോയി കിടക്ക? എന്നെ കൈനീട്ടി അടിച്ച നിന്റെ ശരീരം ആളെ തിരിച്ചറിയാൻ പോലും ആകാത്ത രീതിയിൽ കത്തിക്കരിഞ്ഞു കിടക്കുന്നത് എനിക്ക് കാണണം. പ്രശ്നം ചേച്ചി കുറച്ചു നേരം ഈ ഫാന്റെ കീഴിൽ വിശ്രമിക്കേ. ഞാൻ പോയി ഒരു ചൂട് ചായ ഉണ്ടായിക്കൊണ്ട് വരാം. അത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ കൂടെ ഒന്ന് പാചകം പഠിക്കാം. എന്താ? ശരി ശരി. നീ ആദ്യം ചേച്ചിക്കൊരു ചൂട് ചായ ഇട്ടുണ്ട് വാ. നിനക്ക് ചായ എങ്കിലും ഉണ്ടാക്കാൻ അറിയാമോ നോക്കട്ടെ. നോക്കാം. ചെല് ചെല്. അയ്യോ, ഫോൺ സ്വിച്ച് ഓഫ് ആയി. ചാർജർ ചിലപ്പോ പുല്ലും ആയുധമാകുമെന്ന്. അയ്യോ, അത് അങ്ങനെയല്ല. വല്ലഭന് പുല്ലും ആയുധമെന്നാ. നീ കാര്യം പറ ഗംഗേ. പഴഞ്ചൊല്ലൊക്കെ കൃത്യമായി അറിയാവുന്ന ആന്റി അരക്കില്ലത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അരക്കില്ലോ? പാണ്ഡവരെ കത്തിച്ചു കൊല്ലാൻ കൗരവർ മരഭിത്തിയും അരക്കും വെച്ചുണ്ടാക്കിയ വീട്. അതെ, അത് തന്നെ ആന്റി. ആ ഔട്ട് ഹൗസ് ഇപ്പോ അരക്കില്ലമായി കത്തി അമരുന്നത് ആന്റിക്ക് കാണാം. ആനന്ദിന് അവളുടെ അവശിഷ്ടം പോലും കിട്ടില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇപ്പോ ഇവിടെ വച്ച് അവസാനിപ്പിച്ചോളണം കല്യാണിയോടുള്ള നിന്റെ ഈ യുദ്ധം. ഇല്ലെങ്കിൽ നീ സ്വയം കുഴിവെട്ടുന്നതിന് തുല്യമായിരിക്കും. ദിസ് ഈസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ്.
പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എന്തോ അരക്കില്ലം തീർത്ത കഥ പറയുന്നത് കേട്ടല്ലോ. അരക്കില്ലത്തിൽപ്പെട്ട് കത്തി അമർന്നത് കൗരവ പക്ഷത്തില് പുരോജനൻ തന്നെയാണെന്ന് കൂടി ഓർമ്മ വേണം. മൂന്ന് പേരും. പോടാ. എടീ, ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ. ഒരു ഫെമിനിസ്റ്റ് നോവൽ പ്രതീക്ഷിക്കാവോ? കളിയാക്കാതെ അരവിന്ദ്. ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ. പറ, എന്തത്ര ആലോചിക്കുന്നത്? കോമൺ സെൻസ് കൊണ്ട് ആരും ചിന്തിച്ചു പോകുന്നൊരു കാര്യമാണ് ഞാനിപ്പോ ചിന്തിച്ചത്. അതെന്താ? അല്ല, അരവിന്ദ് അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാ? അരവിന്ദ്, കല്യാണി തളർന്നു പോയെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ അവള് ഗംഗയെ വരെ കൈനീട്ടി അടിക്കത്തക്ക വിധത്തിൽ മാറണമെങ്കിൽ അത് തളർച്ചയല്ല. എടി, ആളാ മുട്ടിയ ചേരയും കടിച്ചെന്ന് വരും. അല്ല, അവൾ അടിമുടി മാറി. എന്തോ എന്തോ നേടിയെടുത്തൊരു ഭാവം അവക്ക്. നേടിയെടുത്ത് തൃച്ചംബരത്തെ മൂത്ത മരുമകൾ സ്ഥാന. ഗംഗേ, ഞാൻ എവിടെയൊക്കെ നോക്കി. ഇവിടെ ഒന്ന് എന്ത് ചെയ്യുവാ? വിലാസിനെ എന്റെ വിളിക്കുന്നുണ്ടേ, വേഗം വാ. ഇവൾക്കിതെന്ത് പറ്റി? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? വിലാസിനെ എന്റെ ഗംഗേ, നീ എന്നെ വെച്ചിട്ടുണ്ടോ നിനക്ക്? പറയണേ. ആന്റി, പാല് കൊടുത്ത കൈക്ക് കൊത്ത് കിട്ടാൻ നോക്കിക്കോണേ. അയ്യോ, ഇവളെന്നെ. അയ്യോ, 5 വിരലുണ്ട്. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടി. ഹലോ, 2 പ്ലേറ്റ് ചിക്കനും 4 ചപ്പാത്തിയും. പിന്നെ 2 ഗ്ലാസ് ചൂട് പാലും. പെട്ടെന്ന് വേണേ. പോട്ടെ, സാരമില്ല. അവക്കൊരടിയുടെ കുറവുണ്ടായിരുന്നു. ഈ കല്യാണി തൃച്ചംബരത്തെ രാജാവോ രാജ്ഞിയോ ഒന്നും അല്ല. നീലക്കുറുക്കൻ രാജാവായ കഥ പോലെ നിമിഷ നേരത്തേക്ക് അവളൊരു വേഷം കെട്ടി. അത് കണ്ട് പതറിയതാ നമ്മുടെ തെറ്റ്. ചെറിയ തെറ്റല്ല, വലിയ തെറ്റ്. ഇനി ആ തെറ്റ് ആവർത്തിക്കാൻ പാടില്ല. ദേ നോക്ക്. ഇപ്പൊ മനസ്സിലായോ ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന്? അതുകൊണ്ട് അഖില എത്താൻ 1 ദിവസം കൂടി വൈകണേ എന്ന് പ്രാർത്ഥിച്ച് സുഖമായിട്ട് ഉറങ്ങും. പിന്നെ ഇനി ഇവിടെ നിന്ന് മഞ്ഞുകൊണ്ട് ഉള്ള ചൂട് തണുപ്പിക്കണ്ട കേട്ടോ. വാ. പിന്നെ ഒല്ലി മിടുക്കായി പോയി. അതെ, ഞാനിപ്പോ വല്യുഞ്ഞിന്റെ ഭാര്യ. നമുക്കിടയില് ഈ സസ്പെൻസ് ഒക്കെ വേണോ വല്യുഞ്ഞെ? ഓഹോ, മുമ്പ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ മിണ്ടാതെ കേട്ടോണ്ടിരിക്കുന്ന ആള് ഇപ്പോ തിരികെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങിയോ? അതെ, അന്ന് ഞാൻ തൃച്ചംബരത്തെ ഡ്രൈവർ ദാസിന്റെ മകള് മാത്രമായിരുന്നു എന്ന് ഓർക്കണം.
ഇപ്പൊ അങ്ങനെയല്ല. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മരുമകളാ. എന്നാലേ തൃച്ചംബരത്തെ മൂത്ത മരുമകൾക്ക് ഇതൊരു സസ്പെൻസ് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? നീ ആഗ്രഹിച്ചതുപോലെ അമ്മ താലി എടുത്തു തന്ന് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയതൊക്കെ ശരി തന്നെയാ. പക്ഷേ അതാർക്കറിയാം? അതാ നിയമപ്രകാരം നിന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. ഒരുപക്ഷെ ഇനിയും അമ്മ ആ ഗംഗയെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാൻ ശ്രമിച്ച ഈ രജിസ്റ്റർ വിവാഹം ആ കല്യാണം മുടക്കാനുള്ള നല്ലൊരു ആയുധമായിരിക്കും. നിയമപ്രകാരം നീ എന്റെ ഭാര്യയാവണം. ആ സുരക്ഷിതത്വം നിയമപരമായി തന്നെ നിനക്ക് കിട്ടണം. അതിനാ ഇങ്ങനൊരു തീരുമാനം. എന്റെ ഈ വലിയ കുഞ്ഞു കൂടെയുള്ളതാ എന്നും എനിക്ക് സുരക്ഷിതത്വം. കെട്ടിപ്പോതിച്ചു. വാ. അകത്ത് കൊടുത്താൽ മതി. ചേട്ടാ, ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആൾക്കാർ. നിങ്ങൾ എത്തിയോ? ആ, ഒരു സെക്കൻഡേ, സാറിനോട് പറഞ്ഞിട്ട്. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഏയ്, നിങ്ങൾ ഇരിക്കൂ. സാർ അവരിങ്ങെത്തി. വരാൻ പറയും. ശരി സാർ. ആ വാ കേറാം. ആണോ ബ്രോ? വാ. വാ ബ്രോ. നമസ്കാരം സർ. ആ, നമസ്കാരം. സർ, ഓക്കെ. ഇനി നോട്ടീസ് ബോർഡിൽ ഇതിന്റെ ഒരു കോപ്പി പതിപ്പിക്കും. ഒരു ഫോർമാലിറ്റി എത്രയേ ഉള്ളൂ. അല്ല, ഇപ്പോ നിയമങ്ങളൊക്കെ പരിഷ്കരിച്ചിട്ടുണ്ടല്ലോ സാർ. ഏയ്, അതൊന്നുമില്ല. ഇടയ്ക്ക് ഈ വിവരം നമ്മൾ നെറ്റിലിടുമായിരുന്നു. ഇപ്പൊ ആ പരിഷ്കാരം മാറ്റി, അത്രേ ഉള്ളൂ. അല്ല, ഈ നോട്ടീസ് ബോർഡിൽ ഇടുന്നത് ഒന്ന് ഒഴിവാക്കി കൂടെ സർ? പറ്റില്ല. വേണമെങ്കിൽ നമുക്കൊന്ന് ചെറുതാക്കിയിടാം. മതി. ഓക്കെ, മീഡിയയിൽ വാർത്തയാവാതിരുന്നാ മതി. ചേട്ടാ, ഒന്നുണ്ടോ? താങ്ക് യു. കല്യാണി, നീ ആന്റിയുടെ അടുത്തേക്ക് വാ, അത്യാവശ്യമാ. അയ്യോ, ദേ വന്നു ആന്റി. മാഡം, അതെ, എന്റെ കാലിലെ നഖം ഒന്ന് വെട്ടണം. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ നീ? ഗംഗേ, നിന്റെ കാലിലെ നഖം വെട്ടണമെങ്കിൽ വെട്ടിക്കോ. കല്യാണം നല്ലൊരു വെട്ടുകാരിയാ. സൂക്ഷിച്ച് വെട്ടിത്തരും. ശരി ആന്റി, ആന്റിയുടെ വെട്ടി കഴിയട്ടെ. പിന്നെ ഗംഗേ, ഞാൻ പറഞ്ഞില്ലേ അത്? ആന്റി, അയ്യോ, സൂക്ഷിച്ച് വെട്ടിക്കൊടുടി. നശിച്ചവള. ഇങ്ങനെ
ഇങ്ങനെയാണെങ്കിൽ നീ എന്റെ കാലും കൂടി വെട്ടിയെടുക്കുമല്ലോടി. അയ്യോ മാഡം, മാഡം കാല് വലിച്ചത് കൊണ്ടല്ലേ? ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. ഈ നിമിഷം വരെ കല്യാണിയോട് കാണിച്ചതൊക്കെ പോട്ടെ. ഇനി ഇവളുടെ ദേഹത്ത് തൊട്ടാൽ വച്ചേക്കില്ല ഞാൻ. ഇളയമ്മ മാത്രമല്ല, ബാക്കിയുള്ളവരും കേൾക്കാനാണ്. കല്യാണി, നീ പോയി നിന്റെ ജോലിയൊക്കെ ചെയ്യും. ഭാര്യ തൊട്ട ഭർത്താവ് പെരുമാറുന്ന പോലെയല്ലേ ആനന്ദേട്ടൻ പെരുമാറിയത്? എന്തൊക്കെയോ നടക്കുന്നു എന്നൊരു തോന്നല്. ഇളയമ്മ അടിച്ച കാര്യമായിരിക്കും. അതെ വലിയ കുഞ്ഞെ, ഇളയമ്മ അമ്മയ്ക്ക് സമമല്ലേ? ഇളയമ്മേനെ അടിച്ചത് തെറ്റായിപ്പോയി. കല്യാണി, നിന്നെ കൊല്ലാൻ ശ്രമിച്ചത് ഇളയമ്മയാണെന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ കൈനീട്ടി അടിച്ചിട്ടില്ല. ഇത് നിന്റെ മാനത്തിന് അവര് വില പറഞ്ഞത്. ഇളയമ്മയ്ക്കൊണ്ടൊരു മോള്, അതെങ്കിലും അവരെ ഓർക്കണമായിരുന്നു. ഇളയമ്മ ചെയ്ത പ്രവൃത്തിക്ക് അടിക്കുകയല്ല, കൊല്ലുക വേണ്ടത്. ആ, നീ അത് വിട്ടേക്ക്. ആ ദേ, ഞാൻ നിനക്ക് എന്താ വാങ്ങിക്കൊണ്ട് വന്നേന്നു. പിന്നെ ഇത് മാത്രമല്ല എന്റെ ആഗ്രഹം. പോയ വലിയ ഞാൻ പോവാ. ഏയ് നിൽക്ക്, ഞാൻ ആഗ്രഹം പറഞ്ഞില്ലല്ലോ. എന്താ പറയാൻ വരുന്നൊക്കെ എനിക്കറിയാം. അതെ, അച്ഛൻ വരാറായി, ഞാൻ പോവാ. ദേ, ഭർത്താവിന്റെ ഇഷ്ടങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ അച്ഛനും അമ്മയും ഒക്കെ. എനിക്ക് നിന്റെ മടിയിൽ തലവെച്ച് കുറച്ചു നേരം കിടക്കണം. അച്ഛൻ അമ്മേ, ഇനി മുതൽ എനിക്ക് സാരിയാ ചേരണെന്ന് പറഞ്ഞ് വല്യുഞ്ഞ് വാങ്ങി തന്നതായിരുന്നു. പറയുന്ന കേട്ടല്ലോ. ഏതദ്ദേഹം? കല്യാണി നിന്നോടാ ചോദിച്ചേ? അദ്ദേഹം എന്ന് പറയുന്ന കേട്ടല്ലോ. ഏത് അദ്ദേഹത്തിന്റെ കാര്യമാണെന്നാ ചോദിച്ചേ? അച്ഛന് എന്തു പറ്റി? ചേച്ചി എപ്പോഴാ അദ്ദേഹം എന്ന് പറഞ്ഞത്? ആദ്യമായിട്ടെന്നല്ലേ പറഞ്ഞത്? ആദ്യമായിട്ടോ? അതെ, ആദ്യമായിട്ടെന്ന് അച്ഛൻ ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ലല്ലോ, അദ്ദേഹത്തിന്റെ സെലക്ഷൻ എന്നാണല്ലോ ഞാൻ കേട്ടത്. ആദ്യത്തെ സെലക്ഷൻ എന്നാ പറഞ്ഞത്. അത് അച്ഛൻ അദ്ദേഹം എന്ന് കേട്ടതായിരിക്കും. അച്ഛൻ ഈ ഇടയായിട്ട് ചെവിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. നല്ലൊരു ENT ഡോക്ടറെ കാണിക്കണം.